ബ്രിഗേഡിയർ നീഷേ ബാലൻ, ഈ രാത്രി നിർണായകമാണ്. എന്തൊക്കെയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്ന് DGMO കൃത്യമായി വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ശത്രു രാജ്യം ഇനിയും ഒരുമ്പെട്ടിറങ്ങുമോ? തീർച്ചയായും അതിനുവേണ്ടി നമ്മൾ തയ്യാറായിട്ടിരിക്കണം. അതാണ് നമ്മുടെ ഇതിഹാസം പഠിപ്പിച്ചിട്ടിരിക്കുന്നത്. ഇതിഹാസത്തിൽ നിന്ന് നമ്മളുടെ ഏടുകൾ എല്ലാം വീണ്ടും വീണ്ടും വായിച്ചാവർത്തിക്കണം. ഇപ്പോഴുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തലിനെയോ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ വിരാമത്തെയോ അത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അന്ത്യമായിട്ട് നമ്മൾ കാണരുത്. നമ്മൾ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പൂർണ്ണമായിട്ടും അപഗ്രഥിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇത് ഈ പഹൽഗാമിലെയോ അതിന് മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ടെററിസ്റ്റുകളെയും അതിൻ്റെ പിന്നിലുള്ള എല്ലാ സംവിധായകരെയും എവിടെയാണെങ്കിലും നമ്മൾ തേടിപ്പിടിച്ച് വധിക്കും, ഇല്ലാവരാക്കും എന്നാണുള്ള പ്രസ്താവന. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ പല തട്ടിലായിട്ടാണ് ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്തത്. അതായത് ഒരു 5 or 6 യുദ്ധവൃത്തിയുടെ പടവുകളുണ്ട്. ആ പടവുകളിൽ കൂടിയാണ് പോയത്. അപ്പോൾ യുദ്ധം മൊത്തമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു സാധാരണക്കാരന് ചെറിയൊരു മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ആദ്യമേ നമ്മൾ ചെയ്തത് നമ്മളുടെ എയർഫോഴ്സ് വഴിയും നമ്മളുടെ മിസൈലുകൾ വഴിയും അവരുടെ ടെററിസ്റ്റുകളുടെ കേന്ദ്രങ്ങളാണ് തകർത്തത്. ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് ആസാദ് കാശ്മീർ എന്ന് അവർ വിളിക്കുന്ന പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളിലെ നമ്മൾ ആക്ഷനുകളൊക്കെ നടത്താറുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റി പഞ്ചാബിൽ കേന്ദ്രീകരിച്ച് മുദ്രിക്കയിലൊക്കെ നമ്മൾ ആക്രമണം നടത്തി അവരുടെ കേന്ദ്രങ്ങൾ തകർത്തു. അതിൻ്റെ തെളിവുകൾ തന്നിട്ടുണ്ട്. ഈ ആക്രമിച്ച് തകർക്കാനായിട്ട് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കുന്നത് ഇത്തിരി പ്രയാസമുള്ളതാണ്. എന്നിരുന്നാലും നമ്മളുടെ പരിമിതി അകത്ത് തന്നെ അതെല്ലാം കാണിക്കാൻ പറ്റി. രണ്ടാമത്തെ സ്റ്റേജിൽ അവരുടെ 400-500 ഡ്രോണുകൾ നമ്മളുടെ ദേശത്തേക്ക് കടത്തിവിടാൻ അവർ ശ്രമിച്ചപ്പോൾ എന്തുദ്ദേശത്തിനാണെങ്കിലും അത് നശിപ്പിക്കാനുള്ള സംശയത കാണിച്ചു നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പ്രതിക്രിയയായിട്ട് നമ്മൾ വീണ്ടും ചെന്ന് പാകിസ്ഥാൻ്റെ ചില മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് നമ്മൾ തകർത്തു. പിന്നീട് അവർ അതിൻ്റെ എതിരായിട്ട് നീങ്ങിയപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ എയർഫോഴ്സ് ബേസുകൾ തകർത്തു, അവരുടെ റഡാർ കേന്ദ്രങ്ങൾ തകർത്തു. അതും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഷക്കർഗഡ് ബൾജ്, അതായത് ഈ വെറുതെ നമ്മളത് ഓരോന്ന് തിരഞ്ഞെടുത്തത് പസ്രൂരൊക്കെ തിരഞ്ഞെടുത്തത് അവരുടെ പട്ടാള മേധാവി തലവൻ പറഞ്ഞത് ഈ കാശ്മീർ ഒരു ജഗ്ലർ വെയിനാണ്. ആ ജഗ്ലർ വെയിൻ എങ്ങനെയാണ് വരുന്നത്? ആ കഴുത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ബൾജാണ് ഷക്കർഗഡ് ബൾജ്. നമ്മൾ ഭൂപടം കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. ഒരു കത്തി പോലെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലം. അവിടെയുള്ള എയർഫോഴ്സ് ബേസുകളും നമ്മൾ തകർത്തു. അവിടെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണത്തിൽ കൂടിയാണ് തകർത്തത്. പിന്നെയുള്ളത് ലൈൻ ഓഫ് കൺട്രോളിൽ അവർ ഫയർ ചെയ്തു. ലൈൻ ഓഫ് കൺട്രോളിൽ പട്ടാളത്തിന് അധികം നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മൊത്തം 5 പേരെ വീരമൃത്യു പ്രാപിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. ഈ മൊത്തം യുദ്ധത്തിൽ അത് വളരെ കുറച്ചുള്ള ഒരു സംഖ്യയാണ്. പട്ടാളക്കാർ മരിക്കാൻ ആഗ്രഹമുള്ളവരല്ല, എന്നാലും മരിക്കാൻ തയ്യാറാണ് ദേശത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി. അവരുടെ എല്ലാ ഈ ബലികൾക്കും ഞാൻ നമഭാഗം ചെയ്യുന്നു. അവരെ ഞങ്ങൾ എന്നും ഓർക്കും. പക്ഷേ നമ്മൾ അതിൽ കാണേണ്ടത് പ്രത്യേകിച്ചും കാശ്മീരിലുള്ള സിവിലിയൻസിനെ അവർ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്തിനാണ് അവർ അങ്ങനെ ടാർഗറ്റ് ചെയ്ത്? അവരുടെ പ്രതിക്രിയയിൽ കാശ്മീരികൾ പഹൽഗാമിലെ സംഭവം നടന്നു കഴിഞ്ഞ് നമ്മുടെ ഭാരതദേശത്തോട് ഈ മരിച്ചവരോട് ഒരു കോപ്പറേഷൻ കാണിച്ചുകൊണ്ട് അവർ തെരുവിലിറങ്ങി കറുത്ത കൊടിയും കാണിച്ച് ഐക്യം പ്രഖ്യാപിച്ചു. അതിനുവേണ്ടിയാണ് അവർ കാശ്മീരികളായിട്ടുള്ള സിവിലിയൻസിനെ ഒരു ശിക്ഷ എന്നുള്ള തരത്തിൽ അവർ ഈ ഫയറിംഗ് തുടങ്ങിയത്. അതായത് ലൈൻ ഓഫ് കൺട്രോളിൽ അവർ പല സ്ഥലങ്ങളിലും എടുത്തു. എന്തായാലും അത് തിരിച്ച് നമ്മൾ അതിനപ്പുറം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനി സൈന്യത്തിൻ്റെ കൃത്യമായ എത്ര ആളുകൾ മരിച്ചു, എത്ര കേന്ദ്രങ്ങൾ മരിച്ചു എന്നുള്ളത്
കുറച്ച് കണക്ക് പട്ടികകൾ പിന്നീട് നിരത്തുകയുണ്ടാകും. പട്ടാളം അത് പുറത്തു വരികയും ചെയ്യും. എന്നിരുന്നാലും ഇത് ഇപ്പോൾ തീർന്നിട്ടില്ല. ഇത് ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. ഇനിയും ഇതിൻ്റെ ആസൂത്രിതന്മാരെയൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഈ യുദ്ധ വർധനവിൻ്റെ ആ തോതിൻ്റെ പടികളെ നമ്മൾക്ക് ഒന്നുകൂടെ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, ആദ്യം നമ്മളുടെ മുറ്റത്ത് വന്ന് അരങ്ങ് കെട്ടി അവർ സംഹാരതാണ്ഡവം ചെയ്തു. നമ്മൾ അവരെ അവിടെ വെച്ച് അടിച്ചു. പിന്നെ രണ്ടാമതേ അവർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ അരങ്ങിലല്ല അണിയറയിൽ കയറി അടിച്ചു. ഇനി നമ്മൾ ചെയ്തത് ഇപ്രാവശ്യം അവരുടെ വീടുകളിൽ, ഇതിൻ്റെ സൂത്രധാരന്മാരുടെയും സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും വീടുകളിൽ കയറി അവരെ തിരഞ്ഞു പിടിച്ച് അവിടെ അടിച്ചു. ഇനിയും ഒരു പടി അല്ലെങ്കിൽ 5 പടി 10 പടി കൂടി അത് കയറാനുള്ള പ്രാപ്തി, ഇച്ഛാശക്തി എല്ലാം ഇന്ത്യൻ പട്ടാളത്തിനും ഇന്ത്യൻ ജനതയ്ക്കുമുണ്ട് അതിലുപരിയായിട്ട്. അതുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ആസൂത്രിതമായി വയ്ക്കും. യുദ്ധം തുടങ്ങുമ്പോഴല്ല അതിനുവേണ്ടിയുള്ള പ്ലാനും സജ്ജീകരണങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. യുദ്ധമില്ലാത്ത സമയത്ത് തന്നെ അതിനുവേണ്ടിയുള്ള പരിശീലനവും അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടക്കും. ഇതിൽ എല്ലാത്തിനും ഒരു പല ഫലങ്ങളും പല തുറകളിലും ഫലങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആകാശ് മിസൈൽ, ബ്രഹ്മോസ് മിസൈൽ എന്ന് മാത്രമല്ല പലതര ഡ്രോണുകൾ എല്ലാം നമ്മൾ യുദ്ധത്തിൽ പ്രയോഗിച്ചു. ഇതൊരു യുദ്ധം തന്നെയായിരുന്നു എന്നുള്ളത് പറയാൻ എനിക്കൊരു മടിയുമില്ല. അത് പ്രയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താണ് ആ ഗ്രൗണ്ടിലുള്ള ഒരു എഫക്റ്റ്, പരിണാമം എന്നുള്ളത് വിലയിരുത്താൻ നമ്മൾക്ക് കഴിഞ്ഞു. അത് ചൈനീസ് ആയുധങ്ങളുമായിട്ട് പാകിസ്ഥാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ എന്താണതിൻ്റെ കരുത്ത് എന്നുള്ളത് അവർക്ക് തെളിയിക്കാൻ പറ്റി. അതുകൊണ്ടല്ലേ ഇത്ര വളരെ കുറച്ച് ഈ കാഷ്വാലിറ്റീസ് മാത്രം ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്കറിയാം. യുദ്ധസമയത്ത് പലരും പല പേവാക്കുകളും ദുഷ്വാർത്തകളും എല്ലാം പറഞ്ഞു പരത്തും. അതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ട. നമ്മൾക്കറിയാവുന്നത് നമ്മളുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന് അദ്ദേഹത്തിനടുത്ത് പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻ ഫോൺ വഴി ഇങ്ങോട്ടാണ് സംസാരിച്ചത്, അല്ലാതെ അങ്ങോട്ടല്ല സംസാരിച്ചത്. ആ ഹോട്ട് ലൈനിൽ കൂടി യുദ്ധം നിർത്താൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. ആലോചിച്ച് രാഷ്ട്രപരമായി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ പല കാര്യങ്ങളും ഉണ്ടാകും. ഇന്ത്യ ഏത് തോതിലാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് നമ്മളുടെ ഉദ്ദേശം? നമ്മളുടെ ഉദ്ദേശം ഈ ടെററിസ്റ്റുകളെ, ക്യാമ്പുകളെ, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിലപ്പുറം നമ്മൾ ചെയ്തു. പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ അറ്റാക്ക് ചെയ്യുന്നതിന് തൊട്ട് താഴെ വരെയുള്ള പടി വരെ നമ്മളെത്തി. അപ്പോൾ എല്ലാ പ്രാവശ്യം ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു രക്തദാഹം ഉണ്ടാകാം, ഒരു പ്രതികാരദാഹം ഉണ്ടാകാം. പക്ഷേ രക്തദാഹം തീർക്കാനുള്ളതല്ല യുദ്ധം, പ്രതികാരം ചെയ്യാൻ മാത്രമായിട്ടുള്ളതാണ്. നമ്മളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമുള്ളതാണ്. അതിൽ എവിടം വരെ നമ്മൾ പരിമിതി നിർത്തണമെന്നുള്ളത് നമ്മുടേതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ഈ ലക്ഷ്യങ്ങളെല്ലാം ഈ യുദ്ധത്തിൽ നമ്മൾ അത് നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്.